കാശ് കൊടുത്ത് ശബരിമലയിൽ ശാന്തിക്കാരനും അല്ലെങ്കിൽ കീഴ്ശാന്തിയും ഒക്കെ ആവാൻ തീരുമാനിക്കുന്ന കാലം മുതൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ 50 ലക്ഷം രൂപ കൊടുത്ത് ശബരിമല മേൽശാന്തി ആവുന്നത് ശബരിമല നന്നാക്കാനും എൻ്റെ വിശ്വാസം കൊണ്ടോ അല്ലല്ലോ. അതിൽ നിന്നൊരു 10 ഇരട്ടിയെങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കാനല്ലേ. അപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആ ശാന്തിക്കാർ നോക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ആർക്കാ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല അത്. കാരണം ഞാൻ വെറുതെ 50 ലക്ഷം രൂപ എടുത്ത് ശാന്തിയാവും, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ എടുത്ത് കീഴ്ശാന്തിയാവും, ചാവേണ്ട കാര്യമല്ലോ. ഇതേതമ്പലത്തിലും ഈ വിശ്വാസം വിൽപ്പനയ്ക്കുള്ള ഏതമ്പലത്തിലും ഇതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് പ്രധാനം. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഇത് പോട്ടെ, തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുറികളിലേക്ക് നോട്ടിൻ്റെ കെട്ടെറിയുന്ന ഒരു സംഗതി ഉണ്ടാവും. അവരുടെ മുറിയുണ്ട്, അവരവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവരുടെ മുറികളിലേക്ക് ആളുകൾ കൊണ്ട് നോട്ടിൻ്റെ കെട്ടെറിയും. നമ്മൾ ഈ ഭണ്ഡാരത്തിലിടുന്നതിന് പകരം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി ഏറ്റവും അടുത്തുള്ള രണ്ടാളുകളാണ് ശാന്തിക്കാരും തന്ത്രി, അല്ലേ? അങ്ങനെയാണല്ലോ. ഭക്തർ പോവാത്ത സ്ഥലത്താണ് അവര്. അതുകൊണ്ട് അതൊരു വലിയ വിശ്വാസമാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ശബരിമല മേൽശാന്തി ആവുന്നത് മേൽശാന്തി ആയിരിക്കാൻ ഒരു കൊല്ലം മാത്രമല്ല. ശബരിമല മേൽശാന്തി നിങ്ങളായാൽ പിന്നെയുള്ള അനേക വർഷങ്ങളിൽ നിങ്ങൾക്കത് കച്ചവടം. മുൻ ശബരിമല മേൽശാന്തി അത് പറഞ്ഞാൽ മതി. പൂജകൾക്ക് രാഷ്ട്രീയ നേതാക്കള്, ബിസിനസ്സുകാര് എല്ലാവരും ഉണ്ട്. അവർ പോയി അവർ പൂജയ്ക്ക് വിളിക്കും, അവിടെ കർമ്മം നടത്തും. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത്. ആ വ്യാപാരം ടൂറിസമായിട്ട് വരും. അത് സർക്കാരിന് കിട്ടണോ, ശാന്തിക്കാരന് കിട്ടണോ, ദേവസ്വം ബോർഡിന് കിട്ടണോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അതൊരു നൈതികമായ ചോദ്യമല്ല, നിയമപരമായ ചോദ്യമാണ്. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ക്യൂവിൽ നിന്ന് കിട്ടുന്ന നെയ്യോ അതിനേക്കാൾ പ്രധാനമാണ് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നെയ്യ്, അല്ലേ? കാരണം എന്താ വെച്ചാൽ അത് കൂടുതൽ അടുത്തുനിന്ന് കിട്ടുന്നതാണെന്നുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് നേരത്തെ രമേന്ദ്രൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. കാരണം എനിക്ക് ക്യൂ നിന്ന് ബോട്ടിലാക്കി നെയ്യ് തന്നാൽ ആ നെയ്യ് അവിടെ അഭിഷേകം ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പില്ല. മറ്റതല്ല, നിങ്ങൾ പറഞ്ഞ മാതിരി പൈപ്പ് വെച്ച് ദേവന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ മറ്റേ കഥകോ ഒക്കെ തന്നെ അതിൽ നിന്ന് കിട്ടിയ സ്വർണം എനിക്കൊരു ലോക്കറ്റാക്കി ഇട്ടാൽ തിരക്കേടില്ല എന്ന് തോന്നുന്നത്. ശബരിമലയിലെ പീഠത്തിലിടുന്ന സ്വർണം ഞാൻ പകരം തരാന്നേ. എനിക്ക് ആ സ്വർണം വളരെ പ്രധാനമാണ്, അല്ലേ? അങ്ങനെയല്ലേ അത് നമ്മൾ കാണുന്നത്. ഞാൻ ആ വിശ്വാസത്തിൻ്റെ ആ രീതി നമ്മൾ കാണണം. അതുകൊണ്ടാണ് നെയ്യായാലും അരവണയായാലും പ്രസാദമായാലും മേൽശാന്തിയുടെ നിന്നോ തന്ത്രിയുടെ അവിടെ നിന്നോ നേരിട്ട് കിട്ടുക എന്ന് പറയുന്നത് കൂടുതൽ വിശ്വാസ്യതയുള്ളതായി തോന്നുന്നത്. ഞാൻ ഭക്തരെയും കുറ്റം പറയില്ല, അവരെയും കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു വ്യാപാരമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.